ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി 18 കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. അരുൺരാജ് കൊല്ലത്ത് വിവരങ്ങൾ ചേരുന്നു. അരുൺ, ഈ പത്മകുമാറാണ് ഈ കേസിലെ പ്രധാന കിങ്പിൻ, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പോറ്റി എനിക്ക് തോന്നുന്നത് ആദ്യമായല്ലേ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നത്? അരുൺരാജ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. സ്മിത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിയും ഒന്നാം പ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ടാണ് ഒരു ജാമ്യാപേക്ഷയുമായി വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷ ഈ മാസം 18-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പുറപ്പെടുവിക്കുന്നുണ്ട്. തനിക്ക് ഇതിൽ കൂട്ടുത്തരവാദിത്തം മാത്രമാണുള്ളത്. താൻ ഈ കേസിൽ ഒറ്റയ്ക്ക് ഇടപെട്ടിട്ടില്ല. ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളുടെയും അനുവാദത്തോടുകൂടിയും ഉദ്യോഗസ്ഥരുടെ ശുപാർശയോടു കൂടിയാണ് സ്വർണം ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയതെന്നാണ് പത്മകുമാർ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദത്തിൽ പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സിജു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതിൽ കൂട്ടുത്തരവാദിത്തമല്ല, ഇതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ള പങ്ക് പോലെ തന്നെ പത്മകുമാറിനും പങ്കുണ്ട്. പത്മകുമാർ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. രണ്ട് കേസിലും പത്മകുമാറിനെ പ്രതിയാക്കിയതും പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ SITക്ക് ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പത്മകുമാറിനെ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിജു രാജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്തായാലും കോടതി ഈ രണ്ട് വാദങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ടായിരിക്കും ഇന്ന് വിധി പ്രസ്താവിക്കുക. പത്മകുമാറിന്റെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തുച്ഛമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ, അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പത്മകുമാറാണ് ഈ കേസിന്റെ മുഖ്യ സൂത്രധാരൻ, മുഖ്യ കക്ഷി എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുകൊണ്ട് ജാമ്യം കിട്ടോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്പസമയത്തിനകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.